നമസ്കാരം. ടോഷ്മാസ് കിച്ചണിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മുന്തിരി വൈൻ്റെ റെസിപ്പിയാണ്. മുന്തിരി വൈൻ തന്നെ പലതരത്തിലുള്ള റെസിപ്പീസ് ഉണ്ട്. നമ്മൾ ഉണക്കമുന്തിരി വെച്ച് ഇടുന്നതും അതുപോലെ കുരുവുള്ള കറുത്ത മുന്തിരി വെച്ച് ഇടുന്നതും ഒക്കെ ഉണ്ട്. ഇത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. ഇത് കുരുവില്ലാത്ത കറുത്ത മുന്തിരി വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വൈൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കിലോ കറുത്ത മുന്തിരിങ്ങ വേണം. ഇത് ഞാൻ എടുത്തേക്കുന്നത് സീഡ്ലെസ് കറുത്ത മുന്തിരിയാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് വേണം. ഇനി നമുക്ക് ഈസ്റ്റ് വേണം, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് 1/2 കിലോ പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് 1 ലിറ്റർ വെള്ളം. ഇത്രയാണ് ഈ മുന്തിരി വൈൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇതായി 1 കിലോ മുന്തിരി ഞെടുപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മുന്തിരിങ്ങ മാത്രമേ ഉള്ളൂ. ഒന്ന് അടിച്ചെടുക്കാം. ഇതാ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ജാറിലേക്ക് പകർത്താം. ബാക്കി മുന്തിരിങ്ങയെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ജാറിലോട്ട് പകർത്താം. ഇപ്പം നമ്മുടെ 1 കിലോ മുന്തിരിങ്ങ മുഴുവനും ഇതിലോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കിലോ പഞ്ചസാര എടുത്തു വച്ചേക്കുന്നത് ചേർക്കുവാണ്. 1/2 കിലോ പഞ്ചസാരയാണിത്. 1 കിലോ മുന്തിരിങ്ങ, 1/2 കിലോ പഞ്ചസാര. ഇത് 1 ടേബിൾ സ്പൂൺ സൂചി ഗോതമ്പാണ്. ഇതും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം. നമുക്കിതിലേക്ക് 1 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിപ്പിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കാണിച്ചെങ്കിലും ഇതിങ്ങനെ ട്രാൻസ്പെറൻറ്റ് പാത്രത്തിൽ നമ്മൾ ഒരിക്കലും വൈൻ ഇടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഇത് ഈ പാത്രത്തിൽ തന്നെ, ഈ ജാറിൽ തന്നെയാണ് ഇടുന്നതെങ്കിൽ നല്ല കറുത്ത തുണി വെച്ച് മൂടി വെക്കണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഭരണിയിലൊക്കെ സാധാരണയായിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ കളേർഡായിട്ടുള്ള ഗ്ലാസ്സുള്ള ബോട്ടിൽസിലാണ് നമുക്ക്, അല്ലെങ്കിൽ ജാറിലാണ് നമുക്ക് ഈ വൈൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും വൈൻ തയ്യാറാക്കുമ്പം വലിയ പാത്രത്തിൽ വേണം തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് ഇത് പതഞ്ഞ് പൊങ്ങി വരും. അപ്പം പതഞ്ഞ് പൊങ്ങി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 9 ദിവസം വയ്ക്കാം. ഓരോ ദിവസവും ഏകദേശം ഒരേ സമയത്ത്, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ ഒരേ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. 9 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കണം. ഞാനത് നിങ്ങളെ കാണിക്കാം. നമ്മൾ വൈൻ ഇട്ടിട്ട് 9 ദിവസമായി. നമുക്ക് കറുത്ത തുണിയൊക്കെ വെച്ച് നമ്മൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഊറ്റാം. ഇത് നമുക്ക് ഇത്രയും മുന്തിരിങ്ങ വൈൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് അടിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം അനക്കാതെ തെളി മാത്രം ഊറ്റി നിറമുള്ള കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഈ റെസിപ്പി ഈ കണക്കനുസരിച്ച്, ഈ അളവനുസരിച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരിങ്ങ വൈൻ കിട്ടും. നമ്മൾ ഈ മുന്തിരിങ്ങ വൈൻ റെഡിയാക്കാനായിട്ട് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് യൂസ് ചെയ്തത്. നല്ല ഡാർക്കായിട്ടുള്ള മുന്തിരി വെച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല കളറ് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.